വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം വാക്യങ്ങൾ 9 മുതൽ 18 വരെ. യേശു അരുളി ചെയ്തു, അനീതിയുടെ മാമോൻ കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ നേടിക്കൊള്ളുവീൻ. അവസാനം അത് തീരുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ സ്വീകരിക്കും. അല്പകാര്യത്തിൽ വിശ്വസ്തൻ അധിക കാര്യത്തിലും വിശ്വസ്തനാകുന്നു. ചെറിയ കാര്യത്തിൽ നീതി കെട്ടവൻ വലിയ കാര്യത്തിൽ നീതി കെട്ടവനാകുന്നു. അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആര് വിശ്വസിച്ചേൽപ്പിക്കും? സ്വന്തമല്ലാത്തതിൽ നിങ്ങൾ വിശ്വസ്തരല്ല എങ്കിൽ സ്വന്തമായത് നിങ്ങൾക്ക് ആര് തരും? രണ്ട് യജമാന്മാരെ സേവിക്കുവാൻ ഒരു ദാസനും കഴിയുകയില്ല. ഒന്നുമില്ല, അവൻ ഒരാളെ വെറുതെ മറ്റേ ആളെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരാളെ ബഹുമാനിച്ച് മറ്റേ ആളെ അപമാനിക്കും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ ഇവയെല്ലാം കേട്ടപ്പോൾ യേശുവിനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ സ്വയം നീതീകരിക്കുക എന്നവരാകുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ശ്രേഷ്ഠമായത് ദൈവം മുമ്പാകെ നിന്ദ്യമാകുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയാകുന്നു. അതുമുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും അതിൽ പ്രവേശിക്കുവാൻ തിക്കിത്തിരക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളി മാഞ്ഞു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകുന്നതായിരിക്കും എളുപ്പം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റുള്ള വിവാഹം കഴിക്കുന്നവന് വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചുള്ള വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. സ്ലീബായുടെ ശേഷമുള്ള 4-ാം ഞായറാഴ്ച വായിച്ച വേദഭാഗം കുരിശ് വരുന്ന വഴി, കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴി, കുരിശെടുത്ത് കിരീടം പ്രാപിക്കേണ്ട മനോഭാവം എന്താണെന്നാണ്. അത് ആരാധനയ്ക്ക് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരുന്ന സന്ദേശങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ധ്യാനമാക്കി മാറ്റാം. ഇപ്പോൾ ആരാധനയുടെ മധ്യത്തിൽ ഈ വേദപ്രമാണത്തിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ പൊരുൾ എന്താണ്, നമുക്ക് കുരിശ് വന്ന വഴികൾ തിരിച്ചറിഞ്ഞോ, അതെടുത്തുകൊണ്ട് പോകേണ്ട വഴി നമ്മൾ മനസ്സിലാക്കിയോ, കിരീടം പ്രാപിക്കത്തക്കോണം ഓരോ ദിവസവും നമ്മുടെ പ്രാണൻ നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ചോ. ഇതിലുള്ളതായ പരാജയങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കാൻ ഒരുങ്ങുകയാണ്. കുർബാന അനുഭവിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളറയിൽ പരിശുദ്ധാത്മാവിന് മറുപടി നൽകും. അത് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും എനം തിരിച്ച് ദൈവസേനയിൽ സമർപ്പിക്കുന്ന സമയമാണ്. നമ്മൾ തന്നെ ദേവാലയമാകുവാൻ ഈ ദേവാലയത്തിൽ വെച്ച് കർത്താവിനോടുള്ള എല്ലാ പൊരുത്തക്കേടുകളും മാറ്റി നമ്മൾ തലയോട് ചേരുന്ന ഉടലായി പ്രായപൂർത്തിയായ പക്വത പ്രാപിച്ച ഉടലിൻ്റെ ഭാഗങ്ങളായി തീരുമ്പോൾ യേശു നമ്മളെ മണവാട്ടിയായി കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ സഭയുടെ പൊരുത്തക്കേടുകളെല്ലാം മാറ്റുകയാണ്. യേശുവിനെ നമ്മൾ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്നു. തലയായ കർത്താവ് നമ്മുടെ ബലഹീന വശങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന സമയമാണിപ്പോൾ. നമ്മുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ മറ്റ് അവയവങ്ങൾ വന്ന് അവിടെ ശുശ്രൂഷ ചെയ്ത് ആ ബലഹീനത മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ സഭയിലെ നമുക്ക് മുമ്പ് കർത്താവിൻ്റെ അവയവങ്ങളായി തീർന്നിരിക്കുന്നവർക്ക് നമ്മളും കൂടെ ചെല്ലാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ബലഹീന വശങ്ങളെയും ബലപ്പെടുത്തുവാൻ സഭയുടെ മുഴുവൻ ശ്രദ്ധ നമ്മളിലേക്ക് വരുന്ന സമയമാണ്. ഒരു ആശുപത്രിയിൽ രോഗിയായി ചെല്ലുന്ന ഡോക്ടർമാരാൽ പരിശോധിക്കപ്പെടുന്ന രോഗികൾ എല്ലാ അവയവങ്ങളും പരിശോധിക്കപ്പെട്ട് കുറവുകൾ പരിഹരിക്കാൻ സംയുക്ത ശ്രമം ഒരു ആശുപത്രി നടത്തുകയാണ്. അതിലെ സ്റ്റാഫും എല്ലാ ഉദ്യോഗസ്ഥരും വരുന്ന രോഗികൾക്ക് ആശ്വാസം നൽകി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ സഭയിലെ ആശുപത്രിയിൽ ഈ ആരാധന സ്ഥലത്ത് ആത്മശരീര മനസ്സുകളുടെ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കുകയാണ്. ശലോമോൻ പണിത ദേവാലയത്തിൽ ദൈവം തമ്പുരാൻ എഴുന്നള്ളി വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു വിടുന്ന ഒരു അനേക കാളകളെയും ആടുകളെയും ബലികഴിച്ച ഒരു ബലി അവിടെ നടന്നതായി നമ്മൾ വായിച്ചു കേട്ടു. ഇത് നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായി യാഗമായി ജീവനുള്ള ബലിയായി അർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മൾ ജീവിക്കും. കർത്താവ് നമ്മൾ ജീവിക്കാൻ വേണ്ടി ആണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് ഇനിയും നമ്മൾ മരിക്കുകയല്ല, നമ്മൾ ജീവിക്കുകയാണ്. നിത്യജീവിതമാണ്. ശരീരം പോയാലും പിന്നെയും നമ്മൾ ജീവിതം തുടരാം. പുതിയ ശരീരം നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ പ്രതീക്ഷയോടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാ വിഷയങ്ങളും എനം തിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരയിലായുസ്വൻ ചൊല്ലുമ്പോൾ കർത്താവെ നിന്റെ കരുണയാൽ ആ കാര്യം സാധിക്കണമെന്ന് പറയാം. അടിച്ചിരിക്കുന്നവനാരുമല്ല, ഓടുന്നവനാരുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ സകലവും സാധിക്കുന്നു. നമ്മുടെ സ്വന്തം വഴിയും വിചാരം ഉപേക്ഷിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സഭ നമുക്ക് മുമ്പായിട്ടുള്ള സീനിയേഴ്സ്, കർത്താവ്, വിശുദ്ധന്മാരും മാലാഖമാരും ഇറങ്ങി വന്ന് ഒരാശുപത്രി രോഗിയെ പലവിധ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ എല്ലാത്തരം ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
കണ്ടുപിടിക്കുന്ന കുറവ് ഉടനെ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനം ചെയ്ത് അങ്ങനെ സൗഖ്യം പ്രാപിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വിഷയങ്ങൾ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൂരെയും ചാരയും ഉള്ളവരിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകുകയാണ്. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദരീതിയുടെ വായ അവിടെ നിദാസമേടിച്ച് മൗനമാക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ധൂപം വെക്കുന്നതായ ഈ സമയം പരിശുദ്ധ മാതാവും വിശുദ്ധന്മാരും നമ്മുടെ പണിക്കുറവ് ദിവസം നമ്മളെ കർത്താവിൻ്റെ പൂർണ്ണതയുള്ള ചലിക്കുന്ന ദേവാലയങ്ങളാക്കുവാനുള്ള പണി ചെയ്യുവാൻ അവർ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഇതുവരെയുള്ള സമയം ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് അങ്ങ് ചെന്നിട്ടുണ്ട്. തലയായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഇന്നത്തെ ആത്മീയ നിലവാരം സ്കാനിങ് റിസൾട്ടായിട്ട് ചെന്നിരിക്കുന്നു. അതനുസരിച്ച് നമ്മളെ പണിയാൻ പറ്റിയ പണിക്കാരെ നമ്മുടെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ കല്യാണത്തിന് കുറവില്ലാത്തവരായി, കറയും ചുളുക്കവും പാട്ടവും മാലിന്യവും ഒന്നും ഇല്ലാത്തവരായി, കർത്താവിനോട് ചേരുന്ന മണവാട്ടിയാക്കുന്നതിന് ഇനി എന്തെല്ലാം കുറവുണ്ടോ ഇന്ന് പരിഹരിക്കാവുന്ന കുറവ് പരിഹരിക്കാൻ സ്വർഗത്തിലെ വലിയൊരു ടീം, ആ സ്വർഗത്തിലെ പണിക്കാരുടെ ടീം വരികയാണ്. മാതാവിൻ്റെ നേതൃത്വത്തിൽ പെന്തിക്കോസ്ത് പെരുന്നാളിന് കാത്തിരുന്ന 120 പേര്, അവർക്ക് നേതൃത്വം കൊടുത്ത മാതാവ് ആ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ടിട്ടാണ് അവർ കാത്തിരിക്കാൻ പോയത്. ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ കണ്ടു. നിങ്ങൾ യേശുവിനെ കണ്ടോ? കണ്ണടച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത യേശു മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിപ്പോയത് കാണാൻ സാധിക്കും. ആ കർത്താവ് ആത്മാവായി മടങ്ങി വരുന്നതും നമ്മുടെ ഉള്ളിൽ കൂടെ താമസിക്കുന്നതും തിരിച്ചറിയാൻ സാധിക്കും. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ അവൻ നമ്മുടെ തൊട്ടടുത്താകുക, നമ്മുടെ വായോട് അടുത്ത് വരുമ്പോൾ കണ്ണി ഒന്ന് നോക്കി കർത്താവത്തോട്ട് കയറിപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം. എൻ്റെ കർത്താവ് എത്ര നാളായി ഞാൻ കുർബാന അനുഭവം തുടങ്ങിയിട്ട്, എനിക്ക് നിൻ്റെ കണ്ണ്, നീ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയില്ലല്ലോ. നമ്മുടെ കണ്ണും കർത്താവിനെ കണ്ണും കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്, ഒരു ശക്തിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സെൻറ്റ് മേരീസ് ആശുപത്രിയിൽ നിന്ന് അവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും സ്റ്റാഫ് എല്ലാം കൂടെ എൻ്റെ അടുത്തൂടെ വലിയൊരു റാസ നടത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളണം. സ്വീകരണം നേടി ദൈവത്തിൻ പാദമായി വിശുദ്ധ കുർബാനാനുഭവത്തിൻ്റെ ഈ സമയം ഇന്ന് കേട്ടതായ സന്ദേശങ്ങൾ അയവർക്കൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്ന കർത്താവിനെ നിങ്ങളിൽ കർത്താവിൻ്റെ ശരീരത്തിൽ കാണും. കർത്താവ് നമ്മളെ നോക്കുന്നു, നമ്മൾ കർത്താവിനെ നോക്കുക. നിങ്ങൾ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാട്ടെ. ഈ ആരാധനയിൽ, ഈ ആരാധന സ്ഥലത്തെ വിശുദ്ധ കുർബാനയിലൂടെ സ്വർഗാരോഹണം ചെയ്ത യേശു ഈ കുർബാനയിലൂടെ ഇവിടെ വന്ന് ലോകാവസാനത്തോളം കൂടെ ഇരിക്കാന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നയാൾ നമ്മളെ ഒന്ന് നോക്കുകയാണ്. നമ്മുടെ വായിലേക്ക് വയ്ക്കപ്പെടുന്ന ഈ വിശുദ്ധ കുർബാന നമ്മളെ കണ്ടുകൊണ്ട്, നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ട് ആസ്വദിക്കാമെങ്കിൽ കർത്താവിനെ തൊടുന്നതിൻ്റെ സുഖവും രസവും ആസ്വദിക്കാൻ സാധിക്കും. മണവാട്ടിയായ സഭയെ എവിടെയെല്ലാം തുടങ്ങുമെന്ന് കർത്താവിനറിയാം. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പലയിടങ്ങൾ പ്രത്യേകം വേർതിരിച്ചിട്ടിട്ടുണ്ട്. ആ പോയിന്റിലൊക്കെ സ്പർശിക്കാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ഭർത്താവ് ഭാര്യയെ തുടർന്നിടത്തൊക്കെ തൊട്ടാലേ ഭാര്യയ്ക്ക് സന്തോഷം ഉണ്ടാകും, സ്നേഹ അനുഭവം ഉണ്ടാകുകയുള്ളൂ. മാതൃക ഭർത്താവായിരിക്കുന്ന കർത്താവ് മണവാട്ടിയായി വിളിക്കപ്പെട്ട നമ്മളെ ഈ അവസ്ഥയിൽ കണ്ട് തൊട്ട് തലോടി സന്തോഷിപ്പിച്ച് ആശ്വസിപ്പിച്ച് നമ്മളെ തലയായ കർത്താവിനോട് വളർത്തുകയാണ്. കർത്താവിൻ്റെ കല്യാണത്തിൽ തന്നോട് ചേരുന്ന പൊരുത്തമുള്ള മണവാട്ടിയാകാൻ വേണ്ടി ഇപ്പം ചെയ്യുന്ന വേല കർത്താവ് നമ്മളെ കണ്ടുകൊണ്ട്, നോക്കിക്കൊണ്ട്, സ്പർശിച്ചുകൊണ്ട് ചെയ്യുകയാണ്. ഈ ബോധത്തോടെ നമ്മുടെ വായിലൂടെ ഉദരത്തിലേക്ക് പോകുന്ന കർത്താവ് ദഹിച്ച് അത് രക്തമായി ഹൃദയത്തിലെത്തി, ഹൃദയത്തിൽ നിന്ന് നമ്മുടെ എല്ലാ കോശങ്ങളിലെത്തി നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാകുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുകയാണ്, നമ്മളും ചലിക്കുന്ന കുർബാനയാകുകയാണെന്നുള്ള ബോധത്തോടെ നമുക്ക് ഈ കുർബാന അനുഭവിക്കാം. കർത്താവായ ശുശ്രൂഷയുടെ തിരിശക്കളാന്ന് തീക്കട്ട രണ്ട് ലോകങ്ങളും കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ വിഭജനമായ സത്യവിശ്വാസികളായ ദാസിദാസർക്കായിട്ട് നൽകപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആദ്യത്തെ കണ്ണിമണം നീക്കുണ്ടായിട്ടാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ശ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഈ 4ാമത്തെ ഞായറാഴ്ചയിൽ കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ ഭാഗ്യത്തിന് നന്ദി പറയാം. ഈ ഞായറാഴ്ച ദിവസത്തിൽ, കർത്തൃ ദിവസത്തിൽ കർത്താവിനോടൊപ്പം ചെയ്യേണ്ട പല ധർമ്മങ്ങൾ നമുക്കുണ്ട്. ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് ഉടനെ പോകേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഈ ഞായറാഴ്ച മാത്രം ചെയ്യാവുന്നത്, ഇന്ന് ചെയ്യാൻ മാറ്റിവെച്ചിരുന്നതായ കർത്താവിനോട് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ളവർക്ക് ഇപ്പോൾ പോകാം. എന്നാൽ കുറച്ച് സമയം കൂടെ ഇരിക്കാൻ സമയമുള്ളവർക്ക് ഇരിക്കാം. ഇന്നത്തെ സന്ദേശങ്ങൾ ശകലം കൂടെ പറയാനുണ്ട്, അത് കേൾക്കാൻ സമയമുള്ളവർക്ക് ഇരിക്കാം. അല്ലാത്തവർക്ക് പോകാം. പോകുന്നത് കർത്താവിൻ്റെ കൂടെയാണ്, കർത്താവിനെ അകത്താക്കിക്കൊണ്ടാണ്, കർത്താവിൽ രസിച്ചുകൊണ്ടാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സമയമുള്ളവർക്ക്
ഇന്നത്തെ വചനത്തിൽ നിന്ന് ചില ഉൾക്കാഴ്ചകളിലൂടെ നമ്മൾ പങ്കിട്ട് അങ്ങനെ നമുക്ക് പോകാനായിട്ട് ഈ സമയം വേർതിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തിരിക്കുന്നു. വളരെ ദൂരെ നിന്ന് വിമാനത്തിൽ യാത്ര ചെയ്ത് ഇവിടെ വന്നൊരു കുടുംബമുണ്ട്. അവർ പണ്ട് ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചവരാണ്. അവർ വീണ്ടും വന്നിരിക്കുന്നു. അവർക്ക് താമസിക്കുവാൻ ഇവിടുത്തെ പുതിയ കെട്ടിടത്തിന് വേണ്ടി അവർക്ക് അത് പ്രയോജനപ്പെട്ടതിനെ അവർ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇനി മുകളിലത്തെ മുറികൾ ഇതുപോലെ പണി പൂർത്തിയായാൽ ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിച്ചുകൊണ്ട് ധ്യാനിക്കാനുള്ള സൗകര്യം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ പ്രാർത്ഥിക്കാം. അതിന് സഹായിച്ചവർ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശേഷിച്ചിരിക്കുന്നതായ സമയം ഇന്നത്തെ വചനങ്ങളിലൂടെയുള്ളതായ കർത്താവിൻ്റെ സന്ദേശങ്ങളെയും കുറേയൊക്കെ നമുക്ക് പങ്കിടാറുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു കൂദാശ ചെയ്യപ്പെട്ട പള്ളിയിൽ വെച്ച് പുരോഹിതന്മാർക്കൂടെ മാത്രം കിട്ടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി പള്ളികൾ പണിയുന്നത്. ഇത് നഷ്ടമല്ല. അങ്ങനെ പണിയപ്പെട്ട് കൂദാശ ചെയ്യപ്പെട്ട് വേർതിരിക്കപ്പെട്ട പള്ളിയിൽ വെച്ച് മാത്രം ചെയ്യാവുന്ന പോലെ പണികളുണ്ട്. പുരോഹിതന്മാർക്കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. രാജകീയ പുരോഹിത വർഗമായി നമുക്ക് എല്ലാവർക്കും ആ പണി കർത്താവിനോട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ വിശ്വാസത്തോടുകൂടെ ഇന്ന് ഈ കൂദാശ ചെയ്യപ്പെട്ട സങ്കേത ഭവനത്തിലെ ആരാധന സ്ഥലത്തിൽ വെച്ച് കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനി ശേഷിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ സമയമില്ലാതെ പോയവർക്ക് ആ പോകുന്ന വഴിക്ക് തന്നെ കർത്താവിനെ അവരോട് സംസാരിക്കുവാനും ഇടപെടാനും അനുഗ്രഹം കൊടുക്കാനും കഴിയും. ദൂരെയും ചാരയും ഉള്ളവരോടൊപ്പം കർത്താവ് യാത്ര ചെയ്യാൻ ലോകാവസാനത്തോടും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് നന്ദി പറയുക. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ടത് ശലോമോൻ രാജാവ് തൻ്റെ പിതാവായ ദാവീദിൻ്റെ നിയോഗപ്രകാരം, സ്വർഗത്തിലെ പിതാവിൻ്റെ നിയോഗപ്രകാരം ഒരു പള്ളി പണിത് കൂദാശ ചെയ്തപ്പോൾ എങ്ങനെയെല്ലാമുള്ള അനുഗ്രഹങ്ങളാണ് അവർ കിട്ടിയതെന്നുള്ള കാര്യം. ആ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഇന്ന് വായിക്കാതെ 66-ാമത്തെ വാക്യം മാത്രം വായിച്ച് ചില സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങിയത്. കുർബാന കഴിഞ്ഞിരിക്കുന്ന സമയം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് അനുവദിച്ചിട്ടിരിക്കുന്നത് അത് നമ്മുടെ പേരിലാക്കണം. പിന്നെ അനുവദിച്ചിട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പേരിൽ കൂട്ടുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കാൽവറി മരണത്തിലൂടെയും വീർപ്പിലൂടെയും സ്വകാരണത്തിലൂടെയും നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്കായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പേരിൽ കൂട്ടണം. പേരിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് വസ്തു എഴുതിക്കുന്നവർക്ക് അറിയാവുന്നൊരു വാക്കാണ്. വസ്തു എഴുതിച്ച് ആധാരം എഴുതിയാലും അത് പേരിൽ കൂട്ടാൻ പിന്നെയും കുറച്ചാലും സമയമെടുക്കും. അതിന് പിന്നെയും ചിലവുണ്ട്. അതിന് പിന്നെയും അപേക്ഷ കൊടുക്കണം. എൻ്റെ ഇത്രാം നമ്പർ ആധാരം എൻ്റെ പേരിൽ കൂട്ടി തന്നെ കരവ് അടച്ച് ആ റെസീറ്റും കൂടെ കയ്യിൽ വന്നതിന് ശേഷം വാസ്തവത്തിൽ നമ്മുടേതാവും. അത് വേറെ ആൾക്ക് വിൽക്കണമെങ്കിൽ അവർ ചോദിക്കും, കരമടച്ചതിൻ്റെ റെസീറ്റ് എവിടെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി മണവാട്ടി സഭയ്ക്ക് വേണ്ടി ചോദ്യത്തോളം പൊന്നുമ്മല അവിടെ നമ്മളെ എഴുതി വാങ്ങിച്ചു പിശാചിൻ്റെ കയ്യിൽ നിന്ന്. ആധാരവും സ്വർഗത്തിലിരിപ്പുണ്ട്. നമ്മൾ പേര് കൂട്ടിയില്ലേ നമുക്ക് അനുഭവിക്കാനൊക്കെ. മനസ്സിലായോ? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാടനം ചെയ്തു, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. ഈ കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ നമ്മുടെ അപേക്ഷ കൊടുത്ത് നമ്മുടെ അവകാശങ്ങൾ പേര് കൂട്ടണം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ക്രൈസ്റ്റിൻ്റെ പേരിലാണ് ഈ ആധാരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മിസ്സസ് ക്രൈസ്റ്റ് ആണെന്ന് തെളിയിക്കണം, പ്രൂഫ് കാണിക്കണം. എന്താ? സഭയാകുന്ന മണവാട്ടിയുടെ ഒരു ഭാഗമാണ് ഞാനും. അങ്ങനെ കല്യാണം കഴിയുമ്പോൾ മണവറയിൽ പ്രവേശിക്കുമ്പോൾ മണവാട്ടിയുടെ തലമുട്ട് അവിടെ കാല് വരെ എല്ലാ അവയവങ്ങളും ഒന്നിച്ച് മണവാളനിൽ സന്തോഷിക്കുകയാണ്. അതുപോലെ ആരോഗ്യവും അതുപോലെ ഒരുക്കവും ഒക്കെ ഉണ്ടെങ്കിലേ സന്തോഷിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ കർത്താവിനോടൊത്ത് നിത്യതയിൽ നിത്യമായി സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ പാതാളം വരെ പോയ പ്രാണനെ വില കൊടുത്ത് വാങ്ങിച്ച് അതിനെ കർത്താവിൻ്റെയും സഭയുടെയും പേരിൽ എഴുതിയ ആധാരത്തിൽ അതെല്ലാം ഒപ്പുവെച്ചിട്ടുണ്ട് കർത്താവ്. പിന്നെ ഒപ്പുവെക്കാത്ത ചില ഭാഗങ്ങളുണ്ട്. അത് നമ്മളാണ്, നമ്മുടെ ഭാഗം. ഇപ്പോൾ ഒരു വസ്തു ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്ക് വേണ്ടി എഴുതിയാൽ മക്കൾ മൈനറാണ്, 2-3 വയസ്സൊക്കെയുള്ള പിള്ളേരാണ്. അവർ പ്രായപൂർത്തിയാകുമ്പം അവർ സീനിയറായി മേജറായി ഞങ്ങൾക്ക് ഇതിന്മേൽ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ അവരും കൂടെ കൂടി അപേക്ഷ കൊടുക്കണം. എന്താ? പിന്നെ അവരും കൂടെ ഒപ്പിട്ടാലേ ഈ വസ്തു വയ്ക്കാൻ ഒക്കുകയുള്ളൂ. ഇതുപോലെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ക്രൈസ്റ്റിൻ്റെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ പലതും നമുക്ക്
പേര് കൂട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അനുഭവിക്കാനൊക്കത്തില്ല. മൈനറായിട്ട് കിടക്കുക. അപ്പം നമ്മൾ ശരിക്കും മെച്ചുവറായാലേ അവകാശം എഴുതിയെടുക്കാനൊക്കെയുള്ളൂ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഓഫീസ് തുറന്നിട്ട് കേട്ടോ. അപ്പോൾ കുടിശ്ശിക തീർത്ത് കരമടയ്ക്കാമെങ്കിൽ, അപേക്ഷ കൊടുക്കാമെങ്കിൽ, കർത്താവ് നമ്മളെ മെച്ചുവറാക്കി കർത്താവിൻ്റെ നേടിയെടുത്ത അവകാശത്തിൻ്റെ അവകാശി ഇവളും കൂടെയാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തണം. ഞാൻ അങ്ങനെയാണെന്ന് പറയണം. ഞാൻ ഇയാളെ എൻ്റെ കർത്താവും ഭർത്താവുമായി സ്വീകരിച്ചിരിക്കുകയാണ്, ഞാൻ അവനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പിതാവ് അത് അംഗീകരിച്ചാൽ മാത്രമേ ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം കുർബാനയ്ക്ക് വരുമ്പോഴും കർത്താവ് ഇന്ന് പേര് കൂട്ടേണ്ട വശം ഏതാണ്, പേര് കൂട്ടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും മെച്ചുവറാകുന്ന അതിൻ്റെ ഡ്യൂസ് എല്ലാം കൊടുത്തതിന് ശേഷമേ ഈ മെച്ചുവറായി ഇരിക്കുന്നവർക്ക് ഇത് അവകാശമാക്കാനൊക്കെ. അങ്ങനെ ഓരോ ദിവസവും ഓരോ കുർബാനയും പുത്തൻ കുർബാനയാണ്. കർത്താവിൻ്റെ വരം വളരെ അടുത്തിരിക്കുന്നതുകൊണ്ട് ആദ്യം നീട്ടിവെക്കാനൊക്കെ. അതുകൊണ്ട് ഈ സങ്കേത ഭവനത്തിലൂടെ അനേക അനുഗ്രഹങ്ങൾ കൊടുക്കാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. അതിനാണ് നിത്യകുർബാന ആരംഭിച്ചിരിക്കുന്നത്. നിത്യകുർബാനയിൽ എല്ലാ ദിവസവും 7 മണി തൊട്ട് 8-9 വരെയുള്ള സമയം ഇവിടെ കൗണ്ടർ തുറക്കാൻ പോവുക. പേര് കൂട്ടുന്ന ഓഫീസ്. അനുഗ്രഹങ്ങൾ പേര് കൂട്ടാൻ നിങ്ങൾക്ക് അപേക്ഷയായിട്ട് വരാം. അന്നേരം ഓരോ വശങ്ങൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് 7 തൊട്ട് 8, 8:30, 9 വരെയുള്ള സമയം എല്ലാ ദിവസവും ഇവിടെ ഓഫീസ് തുറന്നു കിടക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 7 മണി തൊട്ട് 8:30-ക്കും 9-നും ഇടയിൽ കുർബാന തീർത്തിരിക്കും. കുർബാനയെ വെച്ചിട്ട് ഓഫീസിൽ പോകേണ്ടവർക്ക് പോകാം. യേശുവിനെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ ധർമ്മങ്ങൾ അത് ഏറ്റവും ചുരുങ്ങിയ ക്രമമായിരിക്കും തിങ്കളിൽ ചൊവ്വായ്ക്ക് നടത്തുന്നത്. 7-നും 8:30-ക്കും ഇടയിൽ തീരത്തക്ക തരത്തിലായിരിക്കും ക്രമീകരണം. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവാസം എടുക്കേണ്ട ദിവസമായതുകൊണ്ട് ഉച്ചയ്ക്കേ കുർബാന തീരുള്ളൂ, 12 മണിക്കേ തീരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഉച്ചവരെ 12 വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കുർബാനയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 9 മണിക്ക് ആരംഭിക്കുന്ന കുർബാന 12 മണിക്ക് തീരും. 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കർത്താവിൻ്റെ കുർബാനയും ഇന്നത്തെ ആഹാരം കഴിച്ചിട്ട് പോവാം. അതിന് സമയമുള്ളവരാണ് അന്ന് വരേണ്ടത്. എന്നാൽ അന്നും ഇവിടെ വന്ന് ആരാധിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 7 മണിക്ക് വന്ന് നിങ്ങൾക്ക് ജപമാല ചൊല്ലിയാൽ കുർബാനയുടെ അനുഭവം കിട്ടും. 9 മണി വരെയോ 12 വരെ ഇരിക്കാൻ സമയമില്ലാത്തവർക്ക് വന്നാലുടനെ തന്നെ നിങ്ങൾ ജപമാല എടുത്തുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയിൽ കൂടെ യാത്ര ചെയ്ത് കുരിശിൻ്റെ അടുത്തോട്ട് പോയിച്ച് വന്നാൽ നിങ്ങൾക്ക് തന്നെ കർത്താവിൻ്റെ കുർബാനയാകാൻ സാധിക്കും. അപ്പോൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ തന്നെയാണ് കുർബാനയാകേണ്ടത്. റോമർ 12 വായിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തെ ജീവൻ വിശുദ്ധിയും ദൈവത്തിലുള്ള പ്രസാദമുള്ള യാഗമായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. നീ എഴുന്നള്ളി വന്ന് എന്നെ വാഴ്ത്തി നിന്റെ ശരീരമാക്കി എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലിയാലും കുർബാനയാകും. ജപമാലയുടെ ഓരോ മുത്തുകളും യേശുവിൻ്റെ ജീവിതത്തിൽ ഓർക്കാനും ഓർപ്പിക്കാനാണ് കാര്യമാണ്. സ്വർഗസ്വനായ പിതാവേ ചൊല്ലും, ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി പറയും, 10 പ്രാവശ്യം വീതം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അതെന്തിനാണെന്നറിയാം? മാതാവിൻ്റെ ഉള്ളിലേക്ക് വന്നതായ വചനം കർത്താവിൻ്റെ ശരീരമാക്കാൻ മാതാവ് എന്തുമാത്രം ബന്ധപ്പെട്ടെന്നറിയാം. വചനം ചെവിയിൽ കൂടെ കേട്ടു ഹൃദയത്തിലെത്തി, ഉദരത്തിലെത്തിയ ആ മാതാവിൻ്റെ ഉള്ളിലെ യേശു കുഞ്ഞ് 9-ാം മാസത്തിൽ ബേത്ലഹേമിൽ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിന് എത്ര കിലോ തൂക്കം കാണുമായിരിക്കും? നോർമലായിട്ട് ഒരു കുഞ്ഞിന് എത്ര കിലോ കാണും? എന്താ ഡോക്ടറെ? 3 കിലോ. അപ്പോൾ 3 കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞായിട്ട് യേശു പറന്നു എന്ന് വിചാരിക്കുക. ആ 3 കിലോ ആയത് എങ്ങനെയാണ്? വെറും ഒരു അണ്ടമായി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഒരു സെല്ല് മാത്രമുള്ള ഒരു ജീവിയായി നമ്മളിരുന്നൊരു കാലമുണ്ട്. അത് ബയോളജിക്കൽ സെൽ ഡിവിഷൻ അനുസരിച്ച് 2, 4, 4, 8, 8, 16 ഇങ്ങനെ സെല്ലുകളായി വർദ്ധിച്ചാണ് ഈ 3 കിലോ തൂക്കമുള്ള കുഞ്ഞായി മാറുന്നത്. ഈ 3 കിലോ തൂക്കമുള്ള കുഞ്ഞായി വരുന്നതിന് മുമ്പ് ഈ അമ്മയുടെ ചോരയും നീരും ഈ കൊച്ചിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ച് ഗർഭപാത്രത്തിൽ കിടന്ന് അമ്മയുടെ രക്തം വലിച്ചെടുത്ത് അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷകം വലിച്ചെടുത്ത് വളരുക. അമ്മയുടെ ഹൃദയം ഇടിക്കുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് കുഞ്ഞിന് വേണ്ടിയും കൂടിയാണ്. ഇതുപോലെ അമ്മയുടെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്ന ഈ കൊച്ചിന് വേണ്ടിയും കൂടിയാണ്. അങ്ങനെ ഇടപെടാതെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചങ്കടിച്ച് അത് പ്രവർത്തിച്ച് ശ്വാസം വലിച്ച് ഓക്സിജൻ വലിച്ചെടുത്ത് ദിനചര്യകൾ നടത്തി അങ്ങനെ 9 മാസം എത്ര പ്രാവശ്യം കക്കൂസി പോകേണ്ടി വരും, എത്ര പ്രാവശ്യം കുളിക്കേണ്ടി വരും, എത്ര പ്രാവശ്യം ചങ്കടിക്കേണ്ടി വരും, എത്ര പ്രാവശ്യം ശ്വാസം വലിക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് 3 കിലോ ആയ കൊച്ചായ. ഏതെങ്കിലും നിന്നുപോയ കൊച്ച വയറ്റിൽ കിടന്ന് ചത്തുപോകും. അമ്മയുടെ ആരോഗ്യം അപകടത്തിലായാൽ, അമ്മയ്ക്ക് ശ്വാസം വലിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ, ആഹാരം കഴിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ കൊച്ചിൻ ചത്തതാണ്. മനസ്സിലായോ? ഇതുപോലെ നമ്മുടെ ഉള്ളിൽ യേശു കുഞ്ഞായിട്ട് പറഞ്ഞതാണ്. നമ്മൾ നിരന്തരമായി ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതുകൊണ്ട് കുരഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ?
അതിനെ ഓർത്തുകൊണ്ടാണ് ഈ കുരിശിന്റെ ചുവട്ടിൽ കൂടിയല്ല മാതാവ് യേശു കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് എലിസബേത്തിന്റെ അടുത്തേക്ക് നടന്നു പോയ പോലെ കർത്താവെ നിന്നെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. യേശു കുഞ്ഞെ നീ എന്റെ ചോരയും നീരും വെച്ചെടുത്ത് വളർന്നു 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 എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിന്റെ കൂട്ടുപിടിക്കുക. ഈ കൊച്ചി ആകല്ലേ, മരണസമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന മാതാവിനോട് പ്രാർത്ഥനയുടെ അവസാനം. എന്നും മരണസമയമാണ്, എല്ലാ മിനിറ്റിലും മരണമുണ്ട്. മരണം നമ്മളുമായിട്ട് അധികം അകലമൊന്നുമില്ല. ശ്വാസം കൊണ്ട് ഇനി എടുക്കാനത്തില്ല, തീർന്നില്ലേ കഥ. അപ്പൊ അതുകൊണ്ട് ഓരോ മിനിറ്റിലും മരണമുണ്ട്. ആത്മീയവും മാനസികവും ശാരീരികമായ മരണത്തിന്റെ വെല്ലുവിളികളുടെ മധ്യത്തിലാണ് മാതാവ് അനേക വെല്ലുവിളികളുടെയും മരണത്തിന്റെയും വക്കിലൂടെയാണ് യേശുവിനെ വളർത്തിക്കൊണ്ടുപോയത്. മാതാവിന് തന്നെ യേശുവിനെ വേണേ കൊല്ലാമായിരുന്നു. എപ്പോഴും സംശയരോഗം വന്നപ്പോൾ, യോസേഫിന് സംശയരോഗം വന്നപ്പോൾ നീതിമാനാണെന്ന് പറഞ്ഞ കർത്താവ് തന്ന ആളാണ്, ഇയാൾക്ക് പോയി സംശയമാണ്, പിന്നെ ഞാനെന്തിനെ കുറിച്ച് ഇയാൾക്ക് വേണ്ട എനിക്ക് വേണം, കാരണം കൊല്ലരുത്. അപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് കൊല്ലാൻ ഒരു വിഷമവും ഇല്ല. ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി, ചില ദിനചര്യകൾ ചെയ്യാതിരുന്നാൽ മതി, അതിനെ കൊല്ലാൻ ഒരു വിഷമവും ഇല്ല. നമ്മളൊക്കെ ഈ പരുവത്തിലിരിക്കുന്നത് അനേകർക്ക് നമ്മളോട് കരുണ തോന്നിയിട്ടുണ്ട്. അപ്പനും അമ്മയ്ക്കും സഹോദരി സഹോദരങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും നമ്മളോട് സ്നേഹവും കരുണയും ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിപ്പോൾ ഈ പരുവത്തിലിരിക്കുന്നു. അതിനൊക്കെ നന്ദി പറയാം. ഇതിലേതെങ്കിലും പിൻവലിക്കപ്പെട്ടാൽ നമ്മൾ അകാല മൃത്യുവിന് ഇരയാകുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ജപമാല ചൊല്ലിക്കൊണ്ട് കുരിശിന് ചുവട്ടിൽ കൂടെ നടക്കുകയോ മുറിയിൽ കൂടെ നടക്കുകയോ ഒക്കെ നടക്കുമ്പോൾ അതൊരു കുർബാനയാണെന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. എല്ലാവർക്കും ചൊല്ലാവുന്ന കുർബാനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥന അല്ലേ, യേശു മാതാവിൽ ജനിച്ചത് മുതൽ സ്വർഗാരോഹണം ചെയ്ത് രണ്ടാമത് വരുന്നവരെയുള്ള കാര്യം പടിപടിയായിട്ട് ഓർത്ത് മാതാവിനോട് ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. മനസ്സിലായല്ലോ? അങ്ങനെ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുർബാന ചൊല്ലാം. എങ്ങനെ? യേശുവിനെ ഓർത്തിട്ട് യേശുവിനെ ഓർത്തി മാതാവ് ആണ് ആദ്യത്തെ കുർബാന ചൊല്ലിയാള്. മാതാവാണ് ഈ ജീവന്റെ അപ്പം ചുട്ട് മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടി ആദ്യം സംഭാവന ചെയ്തത്. മാതാവിന്റെ ജീവിതം കുർബാനയായിരുന്നു. ആദ്യത്തെ കുർബാനയിൽ കാൽവറി മലയിൽ ഈ ജീവന്റെ അപ്പം ചുട്ടുകൊടുത്തത് മാതാവാണ്. അന്നത്തെ കുർബാനയ്ക്ക് ആമീൻ പറഞ്ഞത് മാതാവാണ്. ശുശ്രൂഷക്കാരത്തി മാതാവാണ്. ആ കർത്താവ് ചെയ്ത കുർബാനയ്ക്ക് കൂടെ നിന്ന് അതിനെ പൂർത്തീകരിച്ചു കൊടുത്ത മാതാവാണ്. അതുകൊണ്ടാണ് മാതാവിനെ വിളിച്ചുകൊണ്ട് ജപമാല ചൊല്ലി ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ജീവചരിത്രം ധ്യാനിക്കുന്നതാണ്. അങ്ങനെയും കുർബാനയുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കുർബാനയ്ക്ക് പള്ളിയിൽ പോകാനൊക്കാത്ത ദിവസം നിങ്ങൾ വീട്ടിൽ കുർബാനയല്ല. എങ്ങനെ? സ്തോത്രം പറഞ്ഞുകൊണ്ട്. എങ്ങനെയാണ്? കർത്താവിൻ്റെ ആദ്യത്തെ കുർബാനയിൽ അവർ സ്തോത്രം പാടിയിട്ട് പോയി എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ജീവന് ശക്തിയും മഹത്വവും എല്ലാം ജീവന്റെ കർത്താവിന് വാഴ്ത്താൻ കൊള്ളാതെ അപ്പമായി കൊടുത്തുകൊണ്ട് നമുക്ക് തന്നെ കുർബാനയാകാൻ സാധിക്കും. കർത്താവിനെ ശരീരമാകാൻ സാധിക്കും. അങ്ങനെ പുരോഹിതന്മാരോടൊത്ത് അനുഭവിക്കുന്ന കുർബാന, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന കുർബാന, സ്തോത്ര കുർബാന, ഇതെല്ലാം നടത്തി നമുക്ക് യേശുവിന് ചോരയും നീരും കൊടുക്കണം. യേശുവിനെ വളർത്തിയെടുത്ത് യേശുവിനോളം ആയതിനു ശേഷമേ കല്യാണം നടക്കുകയുള്ളൂ. അപ്പോൾ കല്യാണം മുടക്കികൾ ആരാ? നമ്മൾ തന്നെയാണ്. കർത്താവിനോട് ക്ഷമ ചോദിക്കണം. കർത്താവ്, ഞാൻ മുഖാന്തരമാണ് കല്യാണത്തിൽ നീണ്ടുപോയത്. ഞാൻ മുഖാന്തരം കല്യാണം നീണ്ടുകയില്ല. ഞാൻ റെഡി. ഇനി റെഡിയാകാത്തവരെ ഞാനിവിടെ കൂടി ഒരുക്കാമെന്ന് പറയണം. നമ്മൾ ഒരുങ്ങുക, മറ്റുള്ളവരെ ഒരുക്കുക. അതിന് സങ്കേതഭവൻ എക്യുമെനിക്കൽ ധ്യാനമന്ദിരമായി ദൈവസേനയിൽ സമർപ്പിച്ച് ദൈവം അംഗീകരിച്ചിരിക്കുന്നതിനെ. അതുകൊണ്ട് ഇത് ഒരു സഭയുടെ അല്ല, കർത്താവിൻ്റെ കല്യാണത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികളുടേതുമാണ്. എക്യുമെനിക്കൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. അപ്പം അങ്ങനെ യേശുവിൻ്റെ കല്യാണത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന നാനാജാതി മതസ്ഥരായ വിശ്വസിക്കുന്ന സകലർക്കും കൂടെയുള്ള ആരാധന സ്ഥലമായിരുന്നു. അതൊരു ട്രസ്റ്റാക്കി ആ ട്രസ്റ്റുകാരെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നെ വിളിച്ചതനുസരിച്ച് ഞാൻ വന്നതേ ഉള്ളൂ. എന്നോട് കർത്താവ് പറഞ്ഞിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ഇതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കുർബാന, ഡ്യൂട്ടിക്ക് പോകേണ്ടവർ കുർബാന അനുഭവിച്ചേക്ക് പോകണമെങ്കിൽ രാവിലെ വന്ന് കുർബാന അനുഭവിച്ചിട്ട് പോകാം. ബുധനും വെള്ളിയും ദിവസങ്ങളിൽ ഉച്ചവരെ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 7 മണിക്ക് തന്നെ അവർക്ക് വരാം. 7 മണി തൊട്ട് 9 മണി വരെ രഹസ്യമായ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ കുരിശൻ്റെ ചുവട്ടിലൂടെ പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഇന്ന് നടക്കാൻ പോകുന്ന കുർബാന അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പങ്ക് കിട്ടും. അങ്ങനെ പ്രേക്ഷിതരായി നമുക്ക് വേല ചെയ്യാൻ സാധിക്കും. വ്യാഴം ശനി ദിവസങ്ങൾ പഴയ ടൈമിൽ തന്നെ 8:30 തുടങ്ങുള്ളൂ. ദൂരെ നിന്ന് വരുന്നവർക്കും താമസിച്ച് വരുന്നവർക്കും വീട്ടിലേക്ക് ജോലികൾ ഒതുക്കിയിട്ട് വരുന്ന അമ്മച്ചിമാരും അച്ചായന്മാരൊക്കെ ഉണ്ട്. അവർക്ക് 8:30 വരാനും കൂടും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് വ്യാഴം ശനി ദിവസങ്ങൾ. ഞായറാഴ്ച 8 മണിക്ക് തുടങ്ങും. കാര്യം തന്നെ ഇതുപോലെ ഈ സമയത്ത് തീർത്തിട്ട് ഞായറാഴ്ച പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പള്ളിയിൽ പല കാര്യങ്ങൾ കാണും. കല്യാണത്തിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിന് പോകണം, വീട്ടിൽ കൂതാശ, കമ്മറ്റി, പല കാര്യങ്ങളും ഈ ഞായറാഴ്ച ചെയ്യാവുന്ന നല്ല കാര്യങ്ങളുണ്ട്. കർത്താവിനോട് ചെയ്യാവുന്ന കാര്യം ചെയ്യാവുള്ളൂ മാത്രം. കർത്തൃ ദിവസമാണ് അല്ലേ? ഈ ഇവിടുത്തെ കുർബാന മാത്രമല്ല, കർത്തൃ ദിവസത്തിൽ കർത്താവിനോട് ചെയ്യേണ്ട പല ധർമ്മങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിന് നേരത്തെ തീർത്ത് അതിനെ കുറേ പേരെ വിട്ടത് അവർക്ക് വേറെ സ്ഥലത്ത് പോകണം. എന്നാൽ ഇവിടുത്തെ കുർബാനയും വേണം. അതിനുവേണ്ടിയാണ് കുർബാന കഴിഞ്ഞിട്ട് പോയിരിക്കുന്നത്. അവർ പോട്ടെ, അവിടെ കാര്യം നടക്കട്ടെ.
അത് കഴിഞ്ഞ് സമയം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളിരിക്കുന്നു. അങ്ങനെ എല്ലാ തരക്കാർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഈ ടൈമിംഗ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ടൈം പ്രയോജനപ്പെടുത്തി നിങ്ങൾ കല്യാണത്തിന് പോകാൻ ഒരുങ്ങണമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ധ്യാനം സമാഹരിക്കുകയാണ്. രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ ശലോമോൻ രാജാവ് പള്ളിയിൽ വെച്ച് മാത്രം കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ പട്ടിക എഴുതിയിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതേതെല്ലാമാണ്? 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ 28 മുതലുള്ളതായ ഭാഗം. എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാതനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അത് പള്ളിയിൽ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ കണ്ണ് നമ്മളിലേക്കും നമ്മുടെ കണ്ണ് ദൈവത്തിലേക്കും തിരിച്ച് അവങ്കിലേക്ക് നമുക്ക് ഒരു പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയില്ല. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ മുഖം കണ്ടേച്ചു പോകാനാണ്. എല്ലാ ദിവസവും കുർബാന അനുഭവിക്കാനുള്ള ഗുണം നമ്മൾ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നു, കർത്താവിൻ്റെ കണ്ണ് നമ്മളെയും കാണുന്നു. കണ്ണിൽ കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്, ശക്തിയുണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കണം. 29-ാം വാക്യത്തിൽ അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കും എന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺപാർക്കണം. ഖുദാ ചെയ്ത പള്ളിയിൽ രാവും പകലും ദൈവസാന്നിധ്യം പ്രത്യേകിച്ചുണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും ദൈവം ഉണ്ടെങ്കിലും അത് പിശാച് ഭരിക്കുന്ന ലോകമായിട്ട് ദൈവത്തിന് മൂകനായി ദുഃഖിതനായി മാത്രമേ അവിടെ നിൽക്കാനൊക്കെ ഉള്ളൂ. ദൈവവിശ്വാസമില്ലാത്തോ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ പിശാചിൻ്റെ കൂടെ കൂടിയവരൊക്കെ ഉള്ള സ്ഥലമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളില്ല. അവരുടെ സന്നിധിയിൽ ദൈവം ഉണ്ടെങ്കിലും ദൈവം പ്രവർത്തിക്കാൻ നിവൃത്തിയില്ലാതെ അവിശ്വാസമുള്ളിടത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത ബലഹീനത ദൈവത്തിനുണ്ട്. ദൈവം ബലവാനാണെങ്കിൽ ദൈവത്തിന് ഒരു ബലഹീനതയുണ്ട്. അതെന്നതാണ് അവിശ്വാസികളുടെ ഇടയിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ കർത്താവ് സർവശക്തനാണെങ്കിലും അവിശ്വാസികളുടെ ഇടയിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതാ പിശാചിനെ ആദരിക്കുന്നതുകൊണ്ടാണ്. പിശാചായ കള്ളനെ നിനക്ക് കിട്ടിയാലും നീ കണ്ടോ, എനിക്ക് ഇവിടെ ഒന്നും വേണ്ട, നീ എടുത്തോളാൻ പറയും. അതാണ് ശത്രുവിനെ പോലും പ്രതിപക്ഷ ബഹുമാനമുള്ള യേശു. ശത്രുവിന് നമ്മളെ വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റെടുത്ത് തിരിഞ്ഞു നോക്കുകയില്ല, നിങ്ങൾ താമസിച്ചോളാൻ പറയും. അവൻ ചോദിക്കുന്ന പൊന്നുമ്പല കടന്ന് തിരികെ വാങ്ങിച്ച് വേരി കൂട്ടി കഴിഞ്ഞ് മാത്രമേ കർത്താവ് അവിടെ കയറുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മുടെ ജീവിതത്തിന് എല്ലാ മണ്ഡലങ്ങളും ദൈവം നിയന്ത്രിക്കാത്തതിൻ്റെ കാര്യം എന്നാ? ശത്രു ചോദിക്കത്തോളം മറുവില കൊടുത്ത് പകരം കൊടുത്ത് പേര് കൂട്ടി കർത്താവിൻ്റെതാണെന്ന് മുദ്ര അടിച്ച് കർത്താവിൻ്റെ കൊടിയും കൂടി അങ്ങോട്ട് നാട്ടി കഴിഞ്ഞാൽ കർത്താവ് അവിടെ കയറും. കർത്താവിൻ്റെ കൊടി നാട്ടാത്ത പല മണ്ഡലങ്ങൾ നമുക്കുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നറിയാമോ? സങ്കീർത്തനം 74 ശത്രുവായ പിശാചിനെ എവിടെയെങ്കിലും നമ്മൾ എഴുതി കൊടുത്താൽ അവൻ എവിടെയെങ്കിലും അവനെ എവിടെയെങ്കിലും കയ്യേറ്റം നടത്തിയാൽ അവനവിടെ ഒരു കൊടി അങ്ങ് നാട്ടി വെച്ചു പോകും. അതവിടെ പാറി പറന്നുകൊണ്ടിരിക്കും. ദൂരെ നിൽക്കുമ്പോഴേ ആർക്കും അറിയാം ഇത് പിശാചിൻ്റെ രാജ്യമാണ്. അങ്ങനെ പിശാച് കൊടിനാട്ടി പോകുന്ന പിശാചുക്കളുണ്ട്, കൊടിനാട്ടി പോകുന്നത്. അപ്പം ഈ കൊടിനാട്ടിടം ഭരിക്കാൻ വരുന്ന ഒരു കൂട്ടർ പുറകെ വരും. അവരവിടെയെല്ലാം വേലി കെട്ടി പിശാചിൻ്റെതാണെന്ന് എഴുതിയും വരും. മനസ്സിലായോ? അങ്ങനെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 തൊട്ട് എഴുതിയിരിക്കുന്ന 4 തരം പിശാചുക്കൾ, 4 തരം ഡ്യൂട്ടി ചെയ്യുന്നവരാ. അവിടെ രാജ്യം വളരെ സിസ്റ്റമാറ്റിക്കാണ് കേട്ടോ. വളരെ മിടുക്കരാ അവരുടെ രാജ്യം സംരക്ഷിക്കാൻ. അവർ കിട്ടിയിരിക്കുന്ന രാജ്യം കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒത്തിരി മുൻകരുതൽ അവർ ചെയ്യും. അവർ വളരെ ജാഗ്രതയോടെ അവരുടെ രാജ്യത്തെ സംരക്ഷിച്ചിരിക്കുന്നുണ്ട്. ദൈവം ആ രാജ്യത്തെ ആദരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ മിടുക്കരായുണ്ട്. എന്താ അവരുടെ മിടുക്ക്? അവരെ സൂത്രത്തിൽ നമ്മളെ അവിശ്വാസികളാക്കി അവൻ്റെ കയ്യിലാക്കും. അവൻ വോട്ട് ചെയ്യിപ്പിക്കും. അവൻ അവിടെ കയറി അങ്ങ് ഭരിക്കും. അപ്പോൾ പിശാച് കൊടി നാട്ടുന്ന പിശാച്, കൊടിനാട്ടിയിടം പേര് കൂട്ടുന്ന പിശാച്, അവരുടെ അനുഗ്രഹം മുഴുവൻ സ്വർഗത്തിൽ നിന്ന് വരുന്ന പിടിച്ചു മേടിക്കുന്ന പിശാച്, അവിടെ ഭരിക്കുന്ന പിശാച്. നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡതരത്തിലുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനയോടും അന്ധകാര ശക്തികളോടും ഈ 4 തരം പിശാചുകളുണ്ട്. ഈ 4 തരം പിശാചുകളുടെ ന്യായമായ അവകാശങ്ങളെ ദൈവം അംഗീകരിക്കുന്നയാളാണ്. അവർ ചോദിക്കുന്നിടത്തോളം മറുവിലയും പൊന്നുമലയും കൊടുത്ത് ആധാരം തിരിച്ചെഴുതി നമ്മളും കൂടി അതിന് അവകാശപ്പെട്ട് നമ്മളും കൂടി ഒപ്പിട്ട് പേര് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അനുഭവിക്കാനൊക്കെ ഉള്ളൂ. യേശു മരിച്ചെങ്കിലും ഉയർത്തെഴുന്നേറ്റെങ്കിലും സ്വർഗ്ഗാരോഹണം ചെയ്തെങ്കിലും നമുക്ക് വല്ലതും കിട്ടാത്തതിൻ്റെ കാര്യം നമ്മുടെ അവിശ്വാസം കൊണ്ടും നമ്മുടെ അനുസരണക്കേട് കൊണ്ടും നമ്മുടെ അവിശ്വസ്തത കൊണ്ടും നമ്മുടെ അജ്ഞത കൊണ്ടും നമ്മുടെ ബുദ്ധിശൂന്യത കൊണ്ടും ഒക്കെയാണെന്ന് അതൊക്കെ പരിഹരിക്കാനാണ് സമയമെടുത്തി ധ്യാനോന്നതി ഇതൊക്കെ പഠിപ്പിക്കുന്നു. വചനപ്രകാരം നിങ്ങൾ പോരാടിയെങ്കിലേ ഇതെല്ലാം സ്വന്തമാക്കാനൊക്കെ ഉള്ളൂ. ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൽ ആ കാര്യമുണ്ട്. ദൈവരാജ്യം ബലാത്കാരം ചെയ്ത് കൈവശപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. ലീവായുടെ ശേഷം
4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും അതിൽ പ്രവേശിക്കാൻ തിക്കിത്തിരക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വേറൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് ബലാത്കാരികൾ അതിനെ അവകാശമാക്കുന്നു. അപ്പൊ തിക്കിത്തിരക്കുന്ന എന്തിനാ? എനിക്കുള്ളത് അവൻ കൈയടക്കി വെച്ചിരിക്കുക, എനിക്കുള്ളത് എൻ്റേതാക്കണം. ആ ഒരു നിർബന്ധം വേണം. നമുക്ക് നിർബന്ധമില്ല, അവൻ തട്ടിക്കൊണ്ടു പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അപേക്ഷക്കുറവ് കൊണ്ടും നമ്മുടെ അശുദ്ധി കൊണ്ടും നമ്മുടെ അവിശ്വാസം കൊണ്ടും ഏതെല്ലാം നമ്മുടെ സ്ഥലങ്ങൾ അവൻ കയ്യേറിയിരിക്കുന്നു, എവിടെയെല്ലാം അവൻ കൊടിനാട്ടിയിരിക്കുന്നു, എവിടെയെല്ലാം അവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെ നിന്നെല്ലാം കർത്താവ് ഇറങ്ങിപ്പോയിരിക്കുന്നു, ഇത് നമുക്ക് തിരിച്ചറിയണം. അതിനാണ് സ്വയപരിശോധന സഹായം എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങളായി തന്നിരിക്കുന്നത്. അതിലെ സ്വയപരിശോധന നടത്തി നിലവാരം മനസ്സിലാക്കി പകരം കൊടുത്ത് പോരാടി സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ആയിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. സങ്കേതമാണ് .in.org എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റിൽ പോയി ആയിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ എഴുതിയെടുത്ത് അത് ഓരോന്നും വേണ്ടി പോരാടിയെങ്കിലേ നമ്മുടെ പേര് കൂട്ടാനൊക്കെ ഉള്ളൂ. ഇത് യേശു നമുക്ക് വേണ്ടി ആധാരം എഴുതിയെങ്കിലും നമ്മൾ പേര് കൂട്ടാത്തതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് അതിനാ കർത്താവ് സമയം നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് പോലും കളയാനില്ല. അതുകൊണ്ട് സങ്കേത ഭവനത്തിൽ അങ്ങനെ ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട്, പേര് കൂട്ടേണ്ടവർ കരമടച്ച് നിങ്ങൾ സ്വന്തമാക്കി ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം ആസ്വദിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായ മാത്രം മതി. പോകേണ്ടത് പൊക്കോളും, വരേണ്ടത് വന്നോളും, സ്വർഗ്ഗം കാര്യമില്ല നടത്തിക്കൊള്ളും. ഇതിലാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായ കൃത്യസമയത്ത് കല്യാണം നടക്കും, കൃത്യസമയത്ത് ജോലി കിട്ടും, കൃത്യസമയത്ത് ശമ്പളം കിട്ടും, കൃത്യസമയത്ത് ജീവിത പങ്കാളിയെ കിട്ടും, കൃത്യസമയത്ത് പിള്ളേരെ കിട്ടും. അതെല്ലാം ദൈവതമ്പുരാന്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമല്ല. നമ്മുടെ ആവശ്യം കർത്താവിനെ സ്വന്തമാക്കുക, അവനോട് ചേരുക, അവനെ ഇഷ്ടം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവരാജ്യം ബലാത്കാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ പിശാച് ഇതെല്ലാം അന്യായമായി കൈവശപ്പെടുത്തിയതാണ്. അതിനെ ബലാത്കാരം അവരെ തല്ലി ഓടിച്ചെങ്കിൽ മാത്രമേ പോവുള്ളൂ. ഇതാണ് കനാൻ ദേശം ആവർത്തനം 7 എഴുതിയിരിക്കുന്നത്. പല ജാതികളുടെ കയ്യിലായിരുന്നു. അത് ആരുടേതായിരുന്നു? അത് ഇസ്രായേൽക്കാർക്കുള്ളതാണ്. പക്ഷേ ഇസ്രായേൽക്കാർ വേറെങ്ങാണ്ട് കിടക്കുക. പാലും തേനും ഇടുന്നത് കനാൻ ദേശം ആരുടെ കയ്യിലാണ്? 7 ജാതികളിലായിരുന്നു. അവകാശികൾ വന്ന് അവരെ ഇറക്കി വിട്ടിട്ടാണ് അത് കൈവശപ്പെടുത്തിയത്. നിങ്ങളുടേതല്ല, ഞങ്ങളുടേതാ, നിങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പോകാൻ പറഞ്ഞാലേ പോവുള്ളൂ. കുറേശ്ശെ ചെയ്യാനും പോവുള്ളൂ. ഇവർ അത്യാഗ്രഹികളായതുകൊണ്ട് ഇറങ്ങിപ്പോയാൽ വേറെ വഴിക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ കുറേശ്ശെയായി മാറ്റി അവരെ സമുദ്രത്തിൽ കൊണ്ട് ചാടിക്കണം. പിന്നെ വരികയില്ല. അതിന് സമയമെടുക്കും. അതിനുള്ള ക്ഷമയും കൂടെ വേണം. ആവർത്തനം 7 വായിച്ച് നോക്കണം. ഈ ജാതികളെ കണ്ടൊന്നും പേടിക്കരുത്. മല പോലെയുള്ള വലിയ അനാഖ്യ മലന്മാരെ കണ്ട് പേടിക്കരുത്. ഇവരെയൊക്കെ തോൽപ്പിക്കാൻ നടത്താൻ കഴിവുള്ളതിനെ. പക്ഷേ പയ്യെ യേശുവിൽ വളർന്ന് യേശുവിനെ പോലെ ആയാൽ മതി. ഇതെല്ലാം നമ്മുടെ കാച്ചോട്ടി വരും. ഒന്ന് ചവിട്ടണമെന്ന് പറഞ്ഞ് ചവിട്ടിയാൽ മതി. അന്നേരം ചവിട്ടാൻ ചെരുപ്പും തരും. അതുവരെ നമ്മൾ വളരണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ഒരു മിനിറ്റ് പോലും ഇനി കളയാനില്ല. കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്ന അനേകർക്കൂടെ സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നാളെ ആയിരിക്കും, ഇന്ന് രാത്രിയിലായിരിക്കും വരുന്നത്. സമയം ഇനിയും കളയാനില്ല. അതുകൊണ്ട് ഇവിടുത്തെ നിത്യകുർബാനകൾ പ്രയോജനപ്പെടുത്താം. അതിരാവിലെ വന്ന് പോകേണ്ടവർക്ക് ജപമാല പ്രാർത്ഥനയില്ലേ, കുരിശിങ്കൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് തന്നെ കുർബാനയായിട്ട് പോകാം. ഇങ്ങനെ ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടികളും അനുഗ്രഹകരമാകുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന കൃപയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. എപ്പോൾ അടയുന്നെന്ന് പറയാനൊക്കെയില്ല. സമയം തക്കത് ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ വീട്ടിൽ പോയി 1 രാജാക്കന്മാർ 8-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ ഇങ്ങനെ കൂതാശി ചെയ്യപ്പെട്ട പള്ളിയിൽ വെച്ച് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒരു പട്ടി അതിനകത്തുണ്ട്. ആ വചനം കോട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ വചനപ്രകാരം ഈ അനുഗ്രഹം ഇരിക്കുന്നു വേണമെന്ന് പറഞ്ഞാൽ കിട്ടും. ചോദിച്ചാലേ കിട്ടുള്ളൂ. അത് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ കേൾക്കാതെ നോക്കിയായിട്ട് പ്രാർത്ഥിക്കും. മൈക്ക് കൊടുത്താൽ പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാൽ എപ്പോഴും സമ്പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിൽ വരികയാണ്. സലോമോൻ കർത്താവെ, 1 രാജാക്കന്മാരെ ഞങ്ങൾ പഠിച്ചത് സലോമോൻ ദേവാലയം പണിത് കർത്താവെ, അവിടുന്ന് സലോമോൻ ദേവാലയത്തിലൂടെ വിശുദ്ധ കർത്താവെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാഴ്ചയിരുന്നു അനുഭവം. കർത്താവെ, ദേവാലയത്തിൽ വെച്ച് തന്നെ കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ടല്ലോ കർത്താവെ. ഇന്ന് ഞങ്ങൾ ഈ ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ സലോമോനോട് കർത്താവ് സംസാരിച്ചതുപോലെ കർത്താവെ, അവിടുത്തെ ദൈവവിളിയും കർത്താവെ ആ ശബ്ദവും കേൾക്കുന്ന കർത്താവെ, സലോമോനോട് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലെ ഞങ്ങൾ ഏറ്റുവാങ്ങുന്ന കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ കുർബാനയിലൂടെ വിശുദ്ധ കുർബാന കർത്താവെ ഞങ്ങളൊരു ജീവിതമായി മാറുവാൻ, ഞങ്ങൾ ചലിക്കുന്ന ഒരു ദേവാലയമായി മാറുവാൻ ദൈവത്തിൻ്റെ കർത്താവെ സ്ഥലകാല പരിമിതിയില്ലാതെ കർത്താവ്
ദൂരെ ചാരമായിരിക്കുന്നവർക്ക് കർത്താവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ ഞങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ അയക്കാമെന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളെ വിട്ടുപോയവരും വാങ്ങിപ്പോയവരും ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നവർക്കും കർത്താവെ അവിടുന്ന് കർത്താവ് പൂർണ്ണമായ അനുഗ്രഹം കൊടുക്കാൻ കർത്താവ് ഇന്ന് യാഗത്തിലേക്ക് ഇറങ്ങി വന്ന സലോമോനോട് സംസാരിച്ചതുപോലെ ഞങ്ങളോട് സംസാരിച്ച് അവിടുത്തെ പാത്രങ്ങളാക്കി ഞങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ സ്വന്തം മക്കളാക്കി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാത്രം കർത്താവ് ഓട്ടപാത്രമായി മാറിയിരിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് കർത്താവെ അനുഗ്രഹങ്ങൾ വ്യാപരിപ്പിക്കാൻ കഴിയാത്തതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളും എല്ലാം എടുത്തു കളഞ്ഞിട്ട് കർത്താവെ ഞങ്ങൾ അനുഗ്രഹത്തിന് ഒരു പാത്രമായി ചലിക്കുന്ന ഒരു ദേവാലയമായി വിശുദ്ധ ഒരു കുർബാനയായി തീരുവാൻ, നിത്യ കുർബാനയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ തിരുശരീരം രക്തം വാഴ്ത്തുന്ന ഒരു പുരോഹിതൻ കർത്താവിൻ്റെ ശരീരം രക്തം എടുക്കുമ്പോൾ കർത്താവിൻ്റെതായി മാറുന്നതുപോലെ തന്നെ കർത്താവെ ഞങ്ങളും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുവാൻ കർത്താവിനെ സ്വീകരിച്ച ഞങ്ങളെ കർത്താവിനെ ഞങ്ങൾ ഉള്ളിലാക്കി കർത്താവ് ഞങ്ങളിൽ ഞങ്ങൾ കർത്താവിന് വസിച്ച് കർത്താവിൻ്റെ കണ്ണുകൊണ്ട് ഇത്രയും നാൾ ഞങ്ങളെ നോക്കിയപ്പോൾ ആ കണ്ണിലേക്കൊന്ന് നോക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതെ കണ്ണുകൊണ്ട് സംസാരിക്കുന്ന കർത്താവ് ശക്തി കണ്ണിലൂടെ നൽകുന്ന കർത്താവ് ആ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അത് ഞങ്ങൾ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കാത്തതുകൊണ്ടാണ് ഇന്ന് കർത്താവെ ഞങ്ങളെ കർത്താവുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് കർത്താവെ ഞങ്ങൾ കർത്താവിൻ്റെ മണവാട്ടിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്ഞിയാണെന്ന് സമ്മതിച്ച് കർത്താവിൻ്റെ ഉള്ളിലാകേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവെ ഞങ്ങളെ എല്ലാ പൊരുത്തക്കേടിനെയും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് കർത്താവെ ഞങ്ങൾ പൊരുത്തപ്പെട്ടവരായി കർത്താവുമായിട്ടൊന്ന് രമ്യപ്പെട്ട് കർത്താവിൻ്റെ കണ്ണിലേക്ക് താൻ ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ കണ്ണ് കർത്താവിൻ്റെ കണ്ണുമായിട്ടൊന്ന് കൂട്ടിമുട്ടി ഇന്ന് കർത്താവ് ഞങ്ങൾ കർത്താവിന് വസിച്ച് കർത്താവിൻ്റെ ആലയമായി മാറി കർത്താവ് ചലിക്കുന്ന ദേവാലയമായി മാറി നിത്യം വസിക്കുന്ന ഒരു കർത്താവിൻ്റെ ആലയമായി കുർബാനയായി മാറുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തോട് പ്രസാദമുള്ള യാഗമായി തീർന്ന് ഇനി ലോകത്തിന് ഞങ്ങൾ അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് മുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളിൽ വസിച്ച് അങ്ങനെ ഞങ്ങളൊരു കുർബാനയായി മാറും. അങ്ങനെ ഞങ്ങൾ നിത്യ കുർബാനയായി മാറുവാൻ കർത്താവെ കർത്താവിന്റെ ആലയമായി നിത്യമായി മാറുവാൻ കർത്താവെ മഹത്വ ശക്തി കർത്താവിന് കൊണ്ടുതന്ന അങ്ങനെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുവാൻ ഈ ആലയത്തിൽ ഇന്ന് കർത്താവ് കടന്നു വന്ന് ഞങ്ങളെ കർത്താവിന്റെ ആലയമാക്കി മാറ്റിയിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും മാറ്റി ഇന്ന് സത്യദൈവത്തിലേക്ക് ഞങ്ങൾ ആധാരം എഴുതുവാൻ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവ്വരും കൂടി ഞങ്ങൾ കർത്താവെ വിശ്വാസം ഞങ്ങളെ വിറ്റ കേസ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ കേസിനോടെല്ലാം ഞങ്ങൾ കർത്താവെ ക്ഷമ ചോദിച്ച് കർത്താവിന്റെ കാലേ കയറി ഓരോരുത്തന്മാർ പിടിച്ചതുപോലെ ഞങ്ങൾ ഒന്ന് പിടിച്ച് കർത്താവെ ഇന്നതാ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ ഞങ്ങളെ പൂർണ്ണമായ ആധാരം തിരിച്ചെഴുതിയാൽ പൊന്നുബല കൊടുത്ത് കർത്താവിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി തന്ന ആ കാൽവരി ക്രൂസിൽ അങ്ങ് യാക്കോർപ്പിച്ച മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റത് അത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവെ എനിക്ക് കാലങ്ങളെ വന്നത് അല്ല കൊല്ലേണ്ടത്, കർത്താവെ ഞങ്ങളുടെ പാപത്തെയാണ് കൊല്ലേണ്ടത്. പാപത്തെ കൊന്ന് കർത്താവിനോട് പറ്റിച്ചേരുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നൽകി അങ്ങനെ കർത്താവാണ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി യേശു ക്രിസ്തു തന്നെ അടിയുറപ്പിച്ച് ജീവിക്കുവാൻ്റെ കൊണ്ട കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ ഫലം പുറപ്പെടുവിക്കുവാൻ്റെ കൊണ്ട കർത്താവെ ഞങ്ങളെ സമ്പൂർണ്ണമായി യേശു ക്രിസ്തുവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു, സൗന്ദര്യത്തിന് നന്ദി പറയുന്നു, വിടുതൽ നന്ദി പറയുന്നു. ഞങ്ങൾ തിരിച്ചുകൊടുത്ത് വളർത്തിയ തിന്മയുടെ ശക്തികൾ ആധാരങ്ങളെല്ലാം തിരിച്ചെഴുതി കർത്താവെ 4 പുസ്തകങ്ങളുടെ ശക്തികളോട് അത് ഞങ്ങൾക്ക് ലോകത്തോട് അധികാരമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് കർത്താവെ അവിടുന്ന് കർത്താവിന്റെ സർവായുധം ധരിക്കുവാൻ നോക്കണം. കർത്താവെ ഞങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തമുള്ള വാഴ്ചമുള്ള അധികാരമുള്ള ലോകത്തിന് ദുഷ്ടാത്മ സേനകളോട് പോരാടി ചെയ്യുവാനുള്ള ശക്തി നൽകി അങ്ങനെ അതിൻ്റെ എല്ലാ തിന്മയുടെ ശക്തി പകരം കൊടുത്ത് മാറ്റിക്കെട്ടി സമുദ്രത്തിൽ വിട്ട് കർത്താവിന്റെ അംശത്തിന്റെ കാലിൽ വെച്ച സാത്താനെ വേഗം കാൽക്കീഴെ ചവിട്ടിക്കളവെന്ന് പറഞ്ഞ വചനം നിവൃത്തിയാവുവാൻ കർത്താവിന്റെ അംശത്തിനോട് ഇന്ന് ചെയ്ത എല്ലാ വേലകൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. നിത്യ കുർബാനയിലേക്ക് നമുക്ക് ചേർന്ന് കർത്താവിന്റെ നിത്യ കുർബാനയായി ഞങ്ങൾ മാറുവാൻ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളിൽ കസിച്ച് പരിശുദ്ധ മാതാവ് കർത്താവെ ഒരു കുഞ്ഞിനെ ഗർഭത്തിലാക്കിയതുപോലെ ആ എന്തുമാത്രം പാടുപെട്ട ആ വചനം മാംസം ധരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധ മാതാവിനെ പോലെ എളുപ്പപ്പെട്ടു വിനയപ്പെട്ടു വിശുദ്ധീകരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച കർത്താവെ ഞങ്ങൾ നിത്യജീവങ്ങളിലേക്ക് കടന്നു വരുന്നവരായി മാറുവാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ അങ്ങനെ കാര്യമില്ല, ഭൂമിയിലും അങ്ങനെയല്ല, അതൊന്നും ആഗ്രഹിക്കുന്നില്ല. സർവ്വ സുന്ദരൻ അങ്ങ് മാത്രമാണ്. അതുകൊണ്ട് യേശുവിനെ കാര്യം വേണ്ട, ഒന്നിനെ വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശുവിന് തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി, തരുന്നത് മധുരമായിക്കോട്ടെ കയ്പായിക്കോട്ടെ. അതുകൊണ്ട് യേശുവിന് വേണ്ടി ഞാൻ മാത്രം ഞങ്ങളെ സമർപ്പിച്ച് പൂർണ്ണമായി വിട്ടുതരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹത്തിനായി നന്ദി. മാനമൗത്തോട് എടുക്കണം വരവിനെ യേശുവിനായി തന്നെ. യജമാനൻ വരുമന്നേരത്തു